ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഇൻസൈറ്റ്ഫുൾ ആയിട്ട് ഇൻഫർമേഷൻസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. സർ, ഏതായാലും നമുക്ക് ഇന്നത്തെ ഒരു ആഗോള വിപണി ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. സർ, ഏതായാലും ഇന്നത്തെ ഒരു ആഗോള വിപണി ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഡൗ ജോൺസിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും വളരെ മാസീവായിട്ടുള്ള ഒരു റാലിയായിരുന്നു. പ്രത്യേകിച്ചും ഡൗ ജോൺസിനേക്കാൾ ഉപരി നാസ്ഡാക്കിൽ വളരെ മാസീവായിട്ടുള്ള റാലിയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 600-ലധികം പോയിന്റ്സിൻ്റെ ഒരു മുന്നേറ്റമാണ് ഇന്നലെ നാസ്ഡാക്കിൽ ഉണ്ടായിരുന്നത്. 2025 മെയ്ക്ക് ശേഷമുള്ള ഏറ്റവും മികച്ചൊരു ഇൻട്രാഡേ മൂവ്മെൻ്റ് എന്നാണ് ഇന്നലത്തെ ആ ഒരു റാലിനെ നിക്ഷേപകരും അനലിസ്റ്റുകളൊക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഡൗ ജോൺസിലേക്ക് വരികയാണെങ്കിലും 200-ലധികം പോയിന്റ്സിൻ്റെ ഒരു റാലി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അമേരിക്കൻ വിപണിയിൽ വീണ്ടും ആ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ റാലി ലീഡ് ചെയ്യുന്നത് ഗൂഗിൾ തന്നെയാണ്, ആൽഫബറ്റ് തന്നെയാണ്. സോ അമേരിക്കൻ വിപണികളുടെ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ട്രേഡിംഗ് സെഷൻസിനിടെ ഓൾമോസ്റ്റ് 6-7 ട്രേഡിംഗ് സെഷൻസിൽ കനത്ത സെല്ലിംഗ് നേരിട്ടിരുന്നു. നാച്ചുറലി വളരെ ഷോർട്ട് ടേം ചാർട്ട്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിൽ നമുക്കൊരു ഓവർ സോൾഡ് റീഡിംഗ് ആയിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. സോ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കണ്ടിരിക്കുന്ന ചെറിയ നേട്ടവും ഇന്നലെ കണ്ടിരിക്കുന്ന നേട്ടവും നമുക്ക് ഷോർട്ട് കവറിനായിട്ട് മാത്രമേ ഇപ്പോൾ വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ബാങ്കിങ് ഓഹരികളായിട്ടുള്ള സിറ്റി ബാങ്ക്, JP മോർഗൻ, ബാങ്ക് ഓഫ് അമേരിക്ക, ഗോൾഡ്മാൻ സാക്സ് ഇതിലൊക്കെ വീക്ക്നെസ് ആണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇന്നലെ കണ്ടിരിക്കുന്ന ആ ഒരു നേട്ടം നിലനിർത്താൻ സാധിക്കുമെന്ന്. നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ ഷോർട്ട് ടേമിൽ ഡൗ ജോൺസിൽ കാണാൻ സാധിക്കാമെങ്കിൽ 47,200 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും വളരെ സിമിലർ പാറ്റേൺ ആണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നമ്മൾ മറക്കാൻ പാടില്ലാത്തത് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നാസ്ഡാക്ക് ഇൻഡെക്സിൽ ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് റൂമേഴ്സ് ആൻഡ് പല അനലിസ്റ്റും ചൂണ്ടിക്കാണിച്ചത് AI ബബിള് വരുന്നു, അതല്ലെങ്കിൽ AI സ്റ്റോക്സ് ആർ ഓൾ ഓവർ ബോട്ട് അല്ലെങ്കിൽ ഓവർ വാല്യൂഡ് എന്നുള്ളൊരു സൂചനയായിരുന്നു. അത് 2 ദിവസത്തിനുള്ള അങ്ങനത്തെ സെന്റിമെന്റ് മാറി. അതിന്റെ അടിസ്ഥാനത്തൊന്നും നമ്മൾ ഒരിക്കലും മാർക്കറ്റിൽ ട്രേഡിംഗ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കരുത്. ഇന്നലെ നാസ്ഡാക്ക് ഇൻഡെക്സിൽ കണ്ടിരിക്കുന്ന ആ റിക്കവറി 2 ടെക്നോളജി സ്റ്റോക്സ് ആണ് നയിച്ചിരിക്കുന്നത്, ഗൂഗിൾ ആൻഡ് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ്. ഈ 2 ടെക്നോളജി സ്റ്റോക്സ് നമുക്ക് പുതിയ ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാം. ബട്ട് നമ്മൾ മറ്റ് ടെക്നോളജി സ്റ്റോക്സ് ഒക്കെ നോക്കുമ്പോഴേക്കും വീക്ക്നെസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 27,250 റെസിസ്റ്റൻസ് ക്രോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. ഏതായാലും കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരാം. കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇന്നിപ്പോൾ ക്രൂഡിലേക്ക് വരുമ്പോഴേക്കും ഇന്നലെ ലേറ്റ് നൈറ്റ് അവേഴ്സിൽ നമുക്കൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്തിയിരുന്നു എങ്കിൽ പോലും ഇന്നിപ്പോൾ ഏർലി അവേഴ്സ് പരിശോധിക്കുമ്പോഴേക്കും ഹൈ ലെവൽസിൽ ഒരു റെസിസ്റ്റൻസ് തന്നെയാണ് നേരിട്ടിരിക്കുന്നത്. നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഇന്നിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. WTI ക്രൂഡിനാണെങ്കിലും ശരി, ബ്രെൻഡ് ആണെങ്കിലും ശരി, ഇപ്പോൾ വളരെ ഫ്ലാറ്റ് ആ ഒരു ടോണിലാണ് ട്രേഡിംഗ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ക്രൂഡിലുള്ള ഈ ഒരു ബിയറി സെന്റിമെന്റ്സിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, ക്രൂഡിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് 2 ബെയർസായി തന്നെ തുടരുന്നു. ഈ ഒരു കേസിലും നമ്മൾ മറക്കാൻ പാടില്ലാത്തത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമ്മൾ പല വാർത്തകളും പല റൂമേഴ്സ് മാർക്കറ്റിൽ കേട്ടു. യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നു, അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ വളരെ ഇടിവ് പ്രതീക്ഷിക്കാം, സപ്ലൈ ചെയിൻ ഇഷ്യൂസ് ഉണ്ട്. ഇത്തരം വാർത്തകളൊന്നും നമ്മൾ വിശ്വസിക്കരുത്. ആൻഡ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രൂഡ് ഓയിലിന്റെ കേസിൽ നമ്മൾ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $61.25 റെസിസ്റ്റൻസ് ശ്രദ്ധിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. അതേസമയം നമ്മളൊരു ഷോർട്ട് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $57 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഗോൾഡിലേക്ക് വരുമ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ആണ് വീണ്ടും കടന്നു വന്നിരിക്കുന്നത്. ഇടക്കാലത്ത് വെച്ചിട്ട് നേരിയ തോതിൽ കൺസോൾട്ടേഷൻ നേരിട്ടിരുന്നു എങ്കിൽ പോലും ഇന്നലെയും ഏകദേശം 1.5% നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഇന്നും ഇപ്പോൾ ഏകദേശം ഒരു 0.5% മുകളിലൊരു നേട്ടം നൽകാനും ഔൺസിന് $4,100 എന്നൊരു നില ക്രോസ് ചെയ്യാനായിട്ടും ഇപ്പോൾ ഗോൾഡിന് വീണ്ടും കഴിഞ്ഞിട്ടുണ്ട്. സോ ഗോൾഡിലുള്ള താങ്കളുടെ ലോങഗ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് 2 ബുള്ളിഷായി തുടരുന്നു. നമ്മൾ ഒരു ഷോർട്ട് ടേം ട്രേഡിംഗിന് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് $4,200
ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് $4,250 കാണുന്നത്. അങ്ങനെ നമ്മളൊരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ $4,135 ലെവലിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. സർ, ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോഴേക്കും ഇന്നലെ ഏകദേശം പ്രത്യേകിച്ചും സെക്കൻഡ് ഹാഫിൽ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുവരെയും 26,000 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇൻട്രാഡേയിൽ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഏകദേശം 3 മണിക്ക് ശേഷമുള്ളൊരു ട്രേഡിംഗ് പരിശോധിക്കുമ്പോഴേക്കും ആ ഒരു ലെവലും കൈവിട്ടുകൊണ്ട് 25,959.5 എന്നൊരു നിലയിലാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. ഏകദേശം ഒരു 100-ലധികം പോയിന്റ്സിൻ്റെ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ മന്ത്ലി എക്സ്പയറി കൂടിയ നവംബർ സീരീസിൻ്റെ ഒരു എക്സ്പയറി കൂടിയാണ്. സോ നിഫ്റ്റി 50 സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, എനിക്ക് തോന്നുന്നില്ല നവംബർ സീരീസിന്റെ എക്സ്പയറി കൊണ്ട് മാർക്കറ്റിന്റെ ട്രെൻഡിനോ ഏതെങ്കിലും വിധത്തിൽ അത് ബാധിക്കുമെന്നോ. ദ ലോങ് ടേം ട്രെൻഡ് നിഫ്റ്റി 50യുടെ കേസിൽ ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ് ടു ബി ബുള്ളിഷ്. നമ്മൾ മറക്കാൻ പാടില്ലാത്തത് നിഫ്റ്റി 50യുടെ കേസിൽ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു നമ്മൾ വീണ്ടും ആ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള 26,277 പോയിന്റിന്റെ വളരെ അടുത്തോട്ട് വന്നത്. നാച്ചുറലി ആ ഒരു ലെവൽ ഇസ് ആക്ടിങ് ആസ് എ പോയിന്റ് ഓഫ് റെസിസ്റ്റൻസ്. നമ്മൾ നിഫ്റ്റി 50യുടെ കേസിൽ മറ്റൊരു കാര്യം, നമ്മൾ നിഫ്റ്റി 50യെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ത്യൻ റുപ്പി അഗൈൻസ്റ്റ് അമേരിക്കൻ ഡോളറും സ്റ്റഡി ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു നമുക്ക് ഇന്ത്യൻ റുപ്പിയുടെ കേസിൽ വലിയൊരു ഇടിവ് കാണാൻ സാധിച്ചത്. അതിന്റെ കേസിൽ ഇന്ത്യൻ റുപ്പിയിൽ വീണ്ടും വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ FIIs വീണ്ടും അവർക്ക് സെല്ല് ചെയ്യേണ്ടി വരും. അങ്ങനെ അവിടെ വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ടേമിൽ നമ്മൾ വോളറ്റിലിറ്റിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അറ്റ് ദ മൊമെന്റ് നമുക്ക് നിഫ്റ്റി 50യിൽ കാര്യമായിട്ട് വീക്ക്നെസ് ഒന്നുമില്ല. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ ഒരു സപ്പോർട്ട് ലെവൽ 25,700 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കും. എങ്കിലും നമുക്കൊരു ലോ റിസ്ക് ബൈങ് അവസരം വീണ്ടും ലഭിക്കണമെങ്കിൽ 26,200 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. സർ, അതിനോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി വരികയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും ഏകദേശം നിഫ്റ്റിനെ മിറർ ചെയ്യുന്ന തരത്തിലൊരു ചാർട്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഹൈ ലെവൽസിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ ബാങ്ക് നിഫ്റ്റിയിലും നേരിട്ടിട്ടുണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നത് വളരെ ഫ്ലാറ്റ് ആയ ഒരു ടോണിൽ 58,835.35 എന്നൊരു നിലയിലാണ്. സോ ബാങ്ക് നിഫ്റ്റിയിലുള്ള ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് മേജർ ബോട്ടം കാണാൻ സാധിക്കുന്നത് നവംബർ 7-ാം തീയതി ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഇന്നലെ ആയിരുന്നു ആക്ച്വലി പ്രോഫിറ്റ് ടേക്കിംഗ് കാര്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. കൈവശം നമ്മൾ എസ്പെഷ്യലി ഷോർട്ട് ടേമിൽ ഒരു ട്രേഡിംഗ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി വി ഹാവ് ടു കീപ് എ സ്റ്റോപ്പ് അറ്റ് 58,400. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമ്മൾ വീണ്ടും വീക്ക്നെസ്സിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കറന്റ് ലെവൽസിൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് പൊസിഷൻസ് എടുക്കാൻ ലോ റിസ്കിൽ ഒരു അവസരം കാണാൻ സാധിക്കുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ ഇന്നലത്തെ ഒരു വേഴ്സ്റ്റ് പെർഫോമിംഗ് സെക്ടർ എന്ന് പറയാൻ സാധിക്കുന്നത് നിഫ്റ്റിയുടെ റിയൽറ്റി സൂചികയായിരുന്നു. ഏകദേശം 2% മുകളിലൊരു നഷ്ടമായിരുന്നു നിഫ്റ്റി റിയൽറ്റി സൂചികയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് പൊതുവേ ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് ഈ ഒരു സെഗ്മെന്റിൽ കാണുന്നത്. സോ നിഫ്റ്റി റിയൽറ്റി സൂചികയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി നിഫ്റ്റി റിയൽറ്റി സെക്ടറിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ വളരെ ഹെവി സെല്ലിംഗ് പ്രഷറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് അൺഫോർച്ചുനേറ്റ്ലി ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 8,060 പോയിന്റ്. ആൻഡ് ഈ ഇൻഡെക്സിലോ ഈ സെക്ടറിലോ തിരിച്ചൊരു ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ പൊസിഷൻസ് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണം. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. സർ, ഇന്നലെ ഒരു ഭേദപ്പെട്ട പ്രകടനം നടത്തിയ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് നിഫ്റ്റി IT സൂചിക. ഒരുപക്ഷെ IT സൂചികയുടെ ഒരു കരുത്ത് തന്നെയാണ് ഒരു വലിയ തോതിലുള്ള ഒരു സെൽ ഓഫിലേക്ക് പോകാതെ നിഫ്റ്റിയെ പിടിച്ചു നിർത്തിയതും. തുടക്കത്തിൽ വളരെ മാസീവായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിരുന്നു. പിന്നീട് ആ ഒരു നേട്ടമെല്ലാം കൈവിട്ടു. എന്നാൽ ലാസ്റ്റ് മൊമെന്റിൽ വീണ്ടും ഒരു റിക്കവറി ആയിരുന്നു IT സൂചികയിൽ കാണാൻ സാധിച്ചിരുന്നത്. ഏകദേശം 0.5% നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാനും IT സൂചികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ IT സൂചികയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ആക്ച്വലി നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിലും എനിക്കൊരു ചെറിയ പ്രോബ്ലം കാണാൻ സാധിക്കുന്നുണ്ട്. കാര്യം ഇന്നലെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിച്ചെങ്കിലും അതിനുശേഷം ആ നേട്ടം ഒന്നും തന്നെ നിലനിർത്താൻ സാധിച്ചില്ല. കൈവശം നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ 36,750 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം.
കറന്റ് ലെവൽസിൽ നമുക്ക് IT ഇൻഡെക്സിലോ IT സെക്ടറിലും ലോ റിസ്കിലോ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നുണ്ട്. IT ഇൻഡെക്സിലെ ചില ഓഹരികളിലേക്കാണ് വരുന്നത്. ആദ്യത്തേത് TCS ആണ്. TCSനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒരു 3 ട്രേഡിംഗ് സെഷൻസിലായിട്ട് വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. കൃത്യമായിട്ട് ഹൈ ലെവൽസിലേക്ക് എത്തുമ്പോൾ ഒരു സെല്ലിംഗ് പ്രഷറും TCS നേരിടുന്നുണ്ട്. ഇന്നലെയും ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. TCSലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? TCSന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. നിഫ്റ്റി IT ഇൻഡെക്സിനോടൊപ്പം കമ്പയർ ചെയ്യുമ്പോഴേക്കും TCSന്റെ കേസിൽ കഴിഞ്ഞ 3-4 മാസത്തിനിടെ നമുക്ക് അണ്ടർ പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പോർഷൻസ് എസ്പെഷ്യലി ട്രേഡിംഗിന് കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ 3100 രൂപയിലായിരിക്കാം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഷോർട്ട് ടേമിൽ വീണ്ടും ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കണമെങ്കിൽ 3200 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 3280, 3280 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സർ, അതിനോടൊപ്പം തന്നെ വിപ്രോയിലേക്ക് കൂടി വരികയാണ്. ഇന്നലെ ഈ ഒരു ടോപ്പ് IT സ്റ്റോക്സ് പരിശോധിക്കുമ്പോഴേക്കും മികച്ച ഒരു പ്രകടനം നടത്തിയ ഒരു സ്റ്റോക്കായിരുന്നു വിപ്രോ. വിപ്രോയെ സംബന്ധിച്ചിട്ട് 1% മുകളിലൊരു നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. പക്ഷേ ഹൈ ലെവൽസിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിട്ടുമുണ്ട്. സോ വിപ്രോ ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വിപ്രോയുടെ കേസിൽ നവംബർ 10 ശേഷം നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വീണ്ടും വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് ടേൺഡ് ബുള്ളിഷ്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. 240 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 255 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അടുത്തായിട്ട് ചില റെയിൽവേ ഓഹരികളിലേക്കാണ് വരുന്നത്. ആദ്യത്തേത് RVNL ഉള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. RVNLനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 3.5%-ത്തിനടുത്തൊരു നേട്ടം നൽകാനായിട്ട് RVNLന് സാധിച്ചിട്ടുണ്ടായിരുന്നു. വിപണിയിൽ ഒരു വലിയ തോതിലൊരു സെൽ ഓഫ് നേരിട്ടപ്പോൾ പോലും ലാസ്റ്റ് മൊമെൻറ്റിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ആണ് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ RVNL ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? RVNLന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 308 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് RVNLന്റെ കേസിൽ ഈ ആഴ്ച ഫുൾ ആയിട്ട് സ്റ്റാർട്ടിംഗ് ഫ്രം ടുഡേ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ബിക്കോസ് ഷോർട്ട് ടേമിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് 336. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് 350, അതിനുശേഷം 362. 362 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് വിൽ ഓൾസോ ടേൺ ബുള്ളിഷ്. ചെറിയൊരു റെയിൽവേ ഓഹരികളിൽ താങ്കളുടെ ഒരു പെർട്ടിക്കുലർ ഫോക്കസ് വരുന്ന ഏതെങ്കിലും ഓഹരികളുണ്ടോ? അറ്റ് ദ മൊമെന്റ് പ്രത്യേകിച്ച് അങ്ങനെ സ്റ്റോക്സ് ഒന്നും തന്നെ ഇല്ല. ബിക്കോസ് ഓവറോൾ നമ്മൾ റെയിൽവേ സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും വീക്ക്നെസ് മാത്രമേ കാണുന്നുള്ളൂ. ബട്ട് ഇന്ന് RVNLന്റെ കേസിൽ നമുക്കൊരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നമുക്ക് മറ്റ് റെയിൽവേ സ്റ്റോക്സും സ്റ്റഡി ചെയ്യാൻ സാധിക്കും. ബട്ട് കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ വേറെ ഒരു സ്റ്റോക്കിലും ലോ റിസ്ക് ബൈയിങ് അവസരങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. അടുത്തായിട്ട് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഓഹരികളിലേക്കാണ് വരുന്നത്. ഷിപ്പിംഗ് കോർപ്പറേഷനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ട്രേഡിംഗ് ആരംഭിച്ചപ്പോൾ ഒരു ഹൈ ലെവൽസ് വന്നെങ്കിൽ പോലും ആ ഹൈ ലെവൽസിൽ തന്നെ കൃത്യമായിട്ടുള്ളൊരു സെല്ലിംഗ് പ്രഷർ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മൊമെൻറ്റിൽ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്ന ഏകദേശം 1%-ത്തിനടുത്തൊരു നഷ്ടം റിപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു. സോ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഷിപ്പിംഗ് കോർപ്പറേഷന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. വിച്ച് ഇസ് ആക്ച്വലി അക്കോർഡിംഗ് ടു മീ വളരെ ഹെൽത്തി ഒരു പ്രോഫിറ്റ് ടേക്കിംഗ്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ 230 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചാൽ നമുക്ക് വീണ്ടും ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. അടുത്തായിട്ട് പവർ ഗ്രിഡ് കോർപ്പറേഷനിലേക്കാണ് വരുന്നത്. പവർ ഗ്രിഡിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 1.5%-ത്തിലധികം നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മൊമെൻറ്റിൽ വലിയ തോതിലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിരുന്നു എങ്കിൽ പോലും ആ ഒരു മൊമെൻറ്റം നിലനിർത്താനായിട്ട് ഈ ഓഹരിക്ക് കഴിഞ്ഞിട്ടില്ല. ഹൈ ലെവൽസിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സോ പവർ ഗ്രിഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി പവർ ഗ്രിഡിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമ്മൾ നവംബർ 11 ശേഷം കണ്ടിരിക്കുന്ന ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് നമ്മൾ ഒരിക്കലും ട്രെൻഡ് റിവേഴ്സലായിട്ട് വിലയിരുത്തരുത്. ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിംഗ്. കൈവശം ലോങ് പോർഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 272 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം.
കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഹൗസിലും കാണാൻ സാധിക്കുന്നുണ്ട്. സർ, കഴിഞ്ഞ ഒരു ഒക്ടോബർ മുതൽ തുടർച്ചയായിട്ടുള്ള ഒരു സെല്ലിംഗ് പോർഷൻ നേരിട്ട ഓഹരിയാണ് അവൻറ്റെൽ ലിമിറ്റഡ്. ഒരു സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഓഹരി കൂടിയാണിത്. ഇന്നലെയും 3% മുകളിലൊരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സോ അവൻറ്റെൽ ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി അവൻറ്റെലിന്റെ കേസിൽ ഒക്ടോബർ തുടക്കം മുതൽ തന്നെ നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ഓൾറെഡി ഷോർട്ട് ടേം ട്രെൻഡ് ഹാഡ് ടേൺഡ് ബെയറിഷ്. ഈ സ്റ്റോക്ക് നിലവിൽ അതിന്റെ വളരെ മേജർ സപ്പോർട്ടായിട്ടുള്ള 147, 150 ഈ ഒരു റേഞ്ച് സപ്പോർട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡും ബെയറിഷായി മാറും. അതിനുശേഷം നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാനും പാടില്ല. നിലവിലുള്ള പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 160 മുതൽ 165 ഈ റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഹണിവെൽ ഓട്ടോമേഷൻ എന്ന ഓഹരിയിലേക്കാണ് വരുന്നത്. ഇന്നലെ 6% മുകളിലൊരു നേട്ടമായിരുന്നു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ വോളറ്റൈലായിട്ടൊരു സെഷനായിരുന്നു ഈ ഒരു ഓഹരിയിൽ ഇന്നലെ ഇൻട്രാഡേയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു സെഷനിൽ വളരെ മാസീവായിട്ടുള്ള ഒരു ബൈയിങ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഹണിവെൽ ഓട്ടോമേഷനുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? Honeywell ഓട്ടോന്റെ കേസിൽ ഓട്ടോമേഷന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് കണ്ടിന്യൂസ്ലി സെല്ലിംഗ് പ്രഷർ ജൂൺ മാസത്തിന് ശേഷം സെല്ലിംഗ് പ്രഷർ നേരിട്ട് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിരുന്നു. എങ്കിലും ഇന്നലത്തെ ആ ഒരു ശക്തമായിട്ടൊരു ക്ലോസിനെ തുടർന്ന് there's a possibility of trend reversal. ഈ സ്റ്റോക്കിൽ കാണുന്ന ഏറ്റവും വലിയൊരു മേജർ പ്രോബ്ലം കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. But if we are comfortable with the financials of the company, നമുക്ക് കറന്റ് ലെവൽസിൽ തന്നെ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 33,950 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 38,000, അതിനുശേഷം 39,200, അതിനുശേഷം 41,200. അടുത്തായിട്ട് ACC ലിമിറ്റഡിലേക്കാണ് വരുന്നത്. ACCയെ സംബന്ധിച്ചിട്ട് ഇന്നലെ വളരെ മാസീവായിട്ടുള്ള ഒരു ബൈയിങ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടു എങ്കിൽ പോലും 4% മുകളിൽ ഒരു നേട്ടം നൽകി ക്ലോസ് ചെയ്യാനായിട്ട് ACCക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അവറിലാണ് അത്തരം ഒരു വലിയ തോതിലുള്ള ഒരു ബൈയിങ് കടന്നു വന്നിരിക്കുകയും ചെയ്തത്. സോ ACC ലിമിറ്റുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ACCയുടെ കേസിൽ നമുക്ക് ഫെബ്രുവരി മാസത്തിന് ശേഷം ഒരു ബ്രോഡ് കൺസോൾട്ടേഷൻ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന് വളരെ മേജർ ഒരു സപ്പോർട്ട് 1,770 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ ആ ഒരു സ്ട്രോങ് ക്ലോസിനെ തുടർന്ന് ട്രെൻഡ് റിവേഴ്സലിന് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 2 സപ്പോർട്ട് ലെവൽസ് ശ്രദ്ധിക്കേണ്ട. ആദ്യത്തെ 1,800, അതിനുശേഷം 1,760 രൂപ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 2,030, അതിനുശേഷം 2,120. ഈ 2 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. അടുത്തതായിട്ട് ശക്തി പമ്പ്സിൻ്റെ ഓഹരികളിലേക്കാണ് വരുന്നത്. ശക്തി പമ്പ്സിനെ സംബന്ധിച്ചിട്ട് ഈ വർഷം പൊതുവെ പരിശോധിക്കുമ്പോഴേക്കും വലിയ തോതിലുള്ള റിട്ടേൺ ഒന്നും നൽകാത്തൊരു ഓഹരി കൂടിയാണിത്. വളരെ കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് പലപ്പോഴും ഈ ഓഹരിയിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഇന്നലെ ഏകദേശം 2% മുകളിൽ ഒരു നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു. സോ ശക്തി പമ്പ്സ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ശക്തി പമ്പിന്റെ കേസിൽ നമുക്ക് ജൂൺ മാസത്തിന് ശേഷം ഹെവി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ഉടനടി വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കും. അടുത്തായിട്ട് JP പവർ എന്നൊരു സ്മോൾ ക്യാപ്പ് ഓഹരിയിലേക്കാണ് വരുന്നത്. JP പവറിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? JP പവർ ഇസ് എ സ്പെക്യുലേറ്റീവ് സ്റ്റോക്ക്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ആൻഡ് കഴിഞ്ഞ മെയ് മാസത്തിന് ശേഷമുള്ള ട്രേഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വോളറ്റിലിറ്റിയുടെ പ്രധാന കാരണം പല റൂമേഴ്സും ഈ സ്റ്റോക്കിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ കേൾക്കാറുണ്ട്. ബട്ട് നമ്മൾ നവംബർ മാസത്തിന് ശേഷമുള്ള ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒരു ബ്രേക്ക് ഔട്ടിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മൾ ഹൈലി റിസ്കി ട്രേഡിംഗ് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ഒരു പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. 17 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 23-ലായിരിക്കും. 23ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 25-27 ആയിരിക്കും പിന്നീടുള്ള റെസിസ്റ്റൻസ് ലെവൽസ്.
സർ അടുത്തായിട്ട് PTC ഇൻഡസ്ട്രീസ് എന്ന ഓഹരിയിലേക്കാണ് വരുന്നത്. മിഡ് ക്യാപ് സ്പേസിൽപ്പെട്ട ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും കാര്യമായ തോതിലുള്ളൊരു ട്രേഡിംഗ് വോളിയം ഉള്ളൊരു ഓഹരിയല്ല. എന്നാൽ കഴിഞ്ഞ ഒരു സെപ്റ്റംബറിന് ശേഷം നല്ലൊരു റിട്ടേൺ നിക്ഷേപകർക്ക് നൽകിയിട്ടുമുണ്ട്. ഇന്നലെ മാത്രം നേട്ടം 3% മുകളിലാണ്. സോ PTC ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? PTC ഇൻഡസ്ട്രിയുടെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ആൻഡ് നമ്മൾ ആക്ച്വലി ഈ സ്റ്റോക്കിന് നിഫ്റ്റി 50യോടൊപ്പം കമ്പയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് കഴിഞ്ഞ ഒരു 4-5 ആഴ്ചക്കിടെ ഔട്ട് പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ ഇന്നലെ ആക്ച്വലി നമുക്ക് റെക്കോർഡ് ഓൾ ടൈം ഹൈ ആയിരുന്നു കാണാൻ സാധിച്ചത്. അതിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സ്റ്റോക്കിൽ കാണുന്ന ഒരേ ഒരു പ്രോബ്ലം ഇതിൽ കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഈ സ്റ്റോക്കിന് 18,000 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 2,000 റുപ്പീസിന്റെ നേട്ടം നമുക്ക് ഷോർട്ട് ടേമിൽ പ്രതീക്ഷിക്കാം. സാർ അപ്പം BSEയിലേക്ക് കൂടി വരികയാണ്. BSEയിലേക്ക് വരുമ്പോഴേക്കും കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിലായിട്ട് ഒരു സെല്ലിംഗ് പുഷറാണ് ഓഹരിയിൽ കാണുന്നത്. ഇന്നലെയും ഏകദേശം 2% നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു. സോ BSE ഓഹരികൾ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയായിരിക്കും? BSEയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഒക്ടോബർ അവസാനത്തോടു കൂടി 2320 ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തതിനു ശേഷം വലിയൊരു മുന്നേറ്റമായിരുന്നു ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സെല്ലിംഗ് പ്രഷേഴ്സ് ഓൺലി പ്രോഫിറ്റ് ടേക്കിംഗ്. ആൻഡ് ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും പുതിയ ബൈയിങ് അവസരങ്ങൾക്ക് വേണ്ടി നോക്കിയിരിക്കാം. 2680 ആയിരിക്കും ആദ്യത്തെ ഒരു സപ്പോർട്ട്, അതിനുശേഷം 2640. സർ അടുത്തത് അനുപം രസായൻ ലിമിറ്റഡ് എന്നൊരു ഓഹരിയിലേക്കാണ് വരുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഏകദേശം 4% മുകളിലൊരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ ട്രേഡിംഗ് സെറ്റിൽ ഏകദേശം ഒരു ഓഗസ്റ്റ് മുതൽ നവംബറിൻ്റെ പകുതി വരെയും വളരെ കൺസോളിഡേറ്റഡ് ഫേസിലായിരുന്നു. എന്നാൽ നവംബർ 13 ശേഷം ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വരികയും ചെയ്യുന്നുണ്ട്. സോ അനുപം രസായനിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അനുപം രസായൻ ഇസ് അഗെയിൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ഈ ഒരു സ്റ്റോക്കിലും ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഏപ്രിൽ മാസത്തിന് ശേഷം നമ്മൾ ഈ സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് എസ്പെഷ്യലി കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് തീർച്ചയായിട്ടും ഒരു ബ്രേക്ക് ഔട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്കിന് ഏറ്റവും മേജർ സപ്പോർട്ട് ലെവൽ കാണാൻ സാധിക്കുന്ന 1040 രൂപയാണ്. സർ അടുത്തത് ഇൻഡസിൻഡ് ബാങ്കിൻ്റെ ഓഹരികളിലേക്കാണ് വരുന്നത്. ഇൻഡസിൻഡ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 1.25% നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പൊതുവേ ഇന്നലത്തെ ഈ ഒരു ഹൈ ക്ലാസ് അല്ലെങ്കിൽ ഹൈ ടയർ ബാങ്കിങ് ഓഹരികളുമായിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമിംഗ് ഓഹരിയായിരുന്നു ഇൻഡസിൻഡ് ബാങ്ക്. ഇൻഡസിൻഡ് ബാങ്ക് ഓഹരിയുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇൻഡസിൻഡ് ബാങ്കിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനിടെ ഒത്തിരി പ്രോബ്ലംസ് നേരിട്ട ഒരു സ്റ്റോക്കായിരുന്നു ഇൻഡസിൻഡ് ബാങ്ക്. എങ്കിലും ഒക്ടോബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഗ്രാജുവൽ ആയിട്ട് നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. ആൻഡ് അതിനെ തുടർന്ന് ദ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്ക് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. നമ്മൾ ഇന്നത്തെ അല്ലെങ്കിൽ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 857. 857 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അവിടെ നിന്ന് ചുരുങ്ങിയത് ഒരു 30 രൂപയുടെ നേട്ടം പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് റെസിസ്റ്റൻസ് അറ്റ് 885. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 913, അതിനുശേഷം 940. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 825 രൂപയിലായിരിക്കും. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായി ഐഷർ മോട്ടോഴ്സിലേക്ക് കൂടി വരികയാണ്. ഇന്നലത്തെ നിഫ്റ്റിയുടെ ഒരു ടോപ്പ് ഗെയിനർ ആയിരുന്നു. ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനും ഐഷർ മോട്ടോഴ്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഐഷർ മോട്ടോഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഐഷർ മോട്ടോറിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 6650 മേജർ സപ്പോർട്ട് കാണുന്നത്. എനിക്ക് അറ്റ് ദിസ് പോയിന്റ് തോന്നുന്നില്ല ആ സപ്പോർട്ട് ഇമീഡിയറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യപ്പെടുകയാണ്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചു.
ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു ടൈം ആയിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന നിലയിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അല്ല. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള പഠനങ്ങൾക്ക് ശേഷം ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസറിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക. അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.